പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ 2022 നടന്ന 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ 2ാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യപേപ്പറും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഏതാണ്? മലയാളം മിഷൻ ആണ്. ഉത്തരം മലയാളം മിഷൻ. അപ്പൊ മലയാളം മിഷൻ എന്താണെന്ന് നോക്കാം. മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി 2009 മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത്. 2009 ഒക്ടോബർ 22 മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത്. മലയാളം മിഷന്റെ ഒരു മുദ്രാവാക്യമുണ്ട്, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളത് മലയാളം മിഷന്റെ മുദ്രാവാക്യമാണ്. മലയാളം മിഷന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭാഷ റേഡിയോ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? റേഡിയോ മലയാളമാണ്. റേഡിയോ മലയാളം. എന്താണ്? മലയാള മിഷന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ പ്രാദേശിക ഭാഷ റേഡിയോ ഏതാണ്? റേഡിയോ മലയാളമാണ്. ലോകത്തിലെ ആദ്യത്തെ മലയാളം മിഷൻ ക്ലബ്ബ് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഷാർജയിലാണ്. ഏതാണ്? ഷാർജയിൽ. ഓക്കെ അല്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മലയാള ഭാഷ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മലയാളം മിഷൻ ക്ലബ്ബാണ്. ഏതാണ്? മലയാളം മിഷൻ ക്ലബ്ബ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആരാണ്? ഉത്തരം ഏതാണ്? എസ് ഹരീഷ് ആണ് മീശ എന്ന നോവൽ രചിച്ചത്. ആരാ രചിച്ചത്? എസ് ഹരീഷ്. ആരാണ്? എസ് ഹരീഷ്. 2022 46ാമത് വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിനായിരുന്നു. കൃതി ഏതാണ്? മീശ. 2022 46ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ്. ഓക്കെ അല്ലേ? 2020 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മീശയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മസ്റ്റാഷ്. ഏതാണ്? മസ്റ്റാഷ്. അത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. ജയശ്രീ കളത്തിൽ. എന്താണ്? 2020 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മീശ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ മസ്റ്റാഷ് ആണ്. അത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. ആരാണ്? ജയശ്രീ കളത്തിൽ. നമുക്ക് 2023 47ാമത് ഏതാണ് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ് വയലാർ അവാർഡ് 2024 ലഭിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 2022 എസ് ഹരീഷിന് വയലാർ അവാർഡ്, 2023 ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ്, 2024 അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് ലഭിച്ചു. മൂന്നാമത്തെ ചോദ്യമാണ്, കെ ഫോൺ പദ്ധതിയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ കെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം എന്നുള്ളതാണ് കെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ? കെ ഫോൺ എന്താന്ന് നോക്കാം. കേരളത്തിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവും ആക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ. കെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ് കെ ഫോണിന്റെ അർത്ഥം. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ നിന്ന് ISP ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് കെ ഫോൺ. ഏതാണ്? കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ നിന്ന് ISP ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പദ്ധതി കെ ഫോൺ പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ISP എന്താണ്? ISP എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത്,
ഇന്റർനെറ്റ് പൗര അവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. ഇന്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെ ആണ്. ക്ലിയർ അല്ലേ? നാലാമത്തെ ചോദ്യമാണ്, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്? 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം 1951 മുതൽ 1956 വരെയുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തിന് ശേഷം 56 മുതലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്. എന്താണ്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം കോവിഡ്-19 ബന്ധപ്പെട്ട ചോദ്യമാണ്. കോവിഡ്-19 ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്? കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ആരോഗ്യ സേതു. ഏതാണ് ഉത്തരം? ആരോഗ്യ സേതു ആണ് കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ആരോഗ്യ സേതു ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ അജയ് ദേവഗൺ. ആരാണ്? അജയ് ദേവഗൺ ആണ്. ഓക്കെ അല്ലേ? രാജ്യത്തെ ആരോഗ്യരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2021 സെപ്റ്റംബർ 27 ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് 2019 മുതൽ നടപ്പിലാക്കി വരുന്ന ദ്വിദിന പരിപാടിയാണ് ആരോഗ്യ മന്ഥൻ. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ? തൃശ്ശൂരാണ്. ഉത്തരം തൃശ്ശൂരാണ്. നമുക്ക് നോക്കാം. 2022 ഫെബ്രുവരി 1 സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാലയാണ്. അപ്പൊ നമുക്ക് നോക്കാം, കേരള കാർഷിക സർവകലാശാല എന്താണ് ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1972 ആരംഭിച്ചു. 2022 സുവർണ ജൂബിലി ആഘോഷിച്ചത് ആരാണ്? കേരള കാർഷിക സർവകലാശാലയാണ്. 1972 ഫെബ്രുവരി 1 കേരള കാർഷിക സർവകലാശാല ആരംഭിച്ചത്. ഓക്കെ അല്ലേ? കൃഷി, മൃഗസംരക്ഷണം, മീൻ വളർത്തൽ എന്നിവയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. ഏതാണ്? കൃഷി, മൃഗസംരക്ഷണം, മീൻ വളർത്തൽ എന്നിവയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. ഓക്കെ അല്ലേ? നമുക്കറിയാം, സംസ്ഥാനത്തെ അക്കാഡമിക് സർവകലാശാലകളുടെ ചാൻസലർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗവർണർ ആണ്. ഓക്കെ അല്ലേ? എന്നാൽ സംസ്ഥാനത്തെ അക്കാഡമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ എന്നറിയപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതൊന്നും മാറിപ്പോകാതെ പഠിച്ചോണം. സംസ്ഥാനത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്നറിയപ്പെടുന്നത് ഗവർണറും സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്നറിയപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യമാണ് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ടെന്നീസ് ആണ്. ടെന്നീസ്. ഓക്കെ അല്ലേ? അർജുന അവാർഡിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1961 മുതലാണ് തുടങ്ങിയത്. അത് അർജുന അവാർഡിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അല്ലെ? 15 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് നൽകപ്പെടുന്ന അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961 മുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ്, എട്ടാമത്തെ ചോദ്യമാണ്, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ പദ്ധതി നമുക്കറിയാം 1998 ആരംഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ നമുക്ക് പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഏതാ? ദാരിദ്ര്യ നിർമാർജനം. പിന്നെ ഏതാ? വനിതാ ശാക്തീകരണം. അല്ലെ? വനിതാ
ശാക്തീകരണം അല്ലെ. ഇത് രണ്ടുമാണ് ഏതാ കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നപ്പോൾ നമുക്ക് പറയാം 1ഉം 3ഉം വരുന്നത് ഏതാണ്? ആൻസർ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം ഡിയും കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നമുക്ക് നോക്കാം എന്താണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച നഗരസഭ. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച നഗരസഭ ഏതാണ്? ആലപ്പുഴ നഗരസഭയാണ്. ഏതാണ്? ആലപ്പുഴ നഗരസഭ. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്, സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം നിർദ്ദിഷ്ട സിൽവർ ലൈൻ അല്ലെ, സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഉൾപ്പെടാത്ത ജില്ലയാണ് ഉത്തരവേദ. കോഴിക്കോട്, പത്തനംതിട്ട, തൃശൂർ, കോട്ടയം എന്നിവയൊക്കെയാണ് നൽകിയിരുന്നത്. എന്നാൽ അതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താണ്? പാലക്കാട്, ഇടുക്കി, വയനാട് എന്നീ 3 ജില്ലകളോട് മാത്രമാണ് കേരയിൽ പദ്ധതി കടന്നു പോകാത്തതായിട്ടുള്ളത് അല്ലെ. അപ്പം ഉൾപ്പെടാത്ത ജില്ലക്കകത്ത് നമുക്ക് ഏതൊക്കെയാ? ഉൾപ്പെടാത്ത ജില്ലക്കകത്ത് പാലക്കാട് വന്നിരിക്കണം, ഇടുക്കി വന്നിരിക്കണം, വയനാട് വന്നിരിക്കണം. അപ്പൊ ഇതിനകത്തോടെ എല്ലാം ഉള്ളതാണ്. അപ്പം ഉൾപ്പെടാത്തതിനകത്ത് നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് പറയാനൊക്കത്തില്ല. ഏതിനകത്താ വരാത്ത? പാലക്കാടിൽ കൂടി ഇല്ല, ഇടുക്കിയിൽ കൂടി ഇല്ല, വയനാട് എന്നീ 3 ജില്ലകളിൽ കൂടി മാത്രമാണ് കേരയിൽ പദ്ധതി കടന്നു പോകാത്തതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യം നമുക്ക് എന്താ ഒരു റോങ് ആണ്, അല്ലെങ്കിൽ ഒഴിവാക്കിയ ചോദ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഏതാണ് ഈ 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? അപ്പം ഓർക്കുക, പാലക്കാട്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ കൂടി നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകാത്ത ജില്ലകളാണ്. ഓക്കെ അല്ലെ? ISROയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം ISROയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ISROയുടെ എന്താണ് നിലവിലത്തെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ 2025 കണക്ക് പ്രകാരം 2025 വി നാരായണനാണ്. ISROയുടെ ചെയർമാൻ അല്ലെ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ഓഗസ്റ്റ് 15 രൂപീകരിച്ച ISROയുടെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത് 2015 വി നാരായണൻ. ആരാണ്? വി നാരായണനാണ് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ISROയുടെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? എസ് സോമനാഥ് ആണ്. ആരാണ്? ISROയുടെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്. ഓക്കെ, എന്താണ്? എസ് സോമനാഥ്. ഓക്കെ അല്ലേ? അതിനകത്ത് ഒരു മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. 2022 പുറത്തിറങ്ങിയ ISROയുടെ മുൻ ശാസ്ത്രജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ നമ്പി നാരായണന്റെ ജീവിതകഥ പറയുന്ന ഒരു ചിത്രമുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം റോക്കട്രി ദ നമ്പി ഇഫക്റ്റ്. റോക്കട്രി ദ നമ്പി ഇഫക്റ്റ് എന്ന് പറയുന്നതായിരുന്നു ആ ചിത്രം. അത് സംവിധാനം ചെയ്തത് നടനായ മാധവൻ, ആർ മാധവനാണ് അത് ഡയറക്ട് ചെയ്തത്. റോക്കട്രി ദ നമ്പി ഇഫക്റ്റ് ISRO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ചോദ്യം നോക്കണം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ. ഉത്തരം ഏതാ? ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും വടക്ക് സത്പുര മൈക്കല മലനിരകളും മഹാദേവ് കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരുകളാണ്. ഏതൊക്കെയാ? പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവഘട്ടം, വടക്ക് സത്പുര മൈക്കല മലനിരകള്, പിന്നെ ഏതാ? മഹാദേവ് കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയും അതിരാണ് അല്ലെ. ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ് ജവാദി കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ, നല്ലമല കുന്നുകൾ എന്നിവ. ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ? ഏതൊക്കെയാ? ജവാദി കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ, നല്ലമല കുന്നുകൾ എന്നിവ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരവേദ ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി
ത്രികോണ ആകൃതിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ്, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നോക്കാം. സൗരോർജം ശരി, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇതെല്ലാം നമുക്ക് ശരിയാക്കാം. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം 1, 2, 3 സി, ഓപ്ഷൻ 1, 2, 3. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഏതാണ്? ഉദാഹരണമാണ്, ശരിയായ ഉദാഹരണങ്ങളാണ്. 13ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ചൈന കരയതിർത്തിയുണ്ട്, നേപ്പാൾ കരയതിർത്തിയുണ്ട്, പാകിസ്ഥാൻ കരയതിർത്തിയുണ്ട്, ഭൂട്ടാൻ കരയതിർത്തിയുണ്ട്. അപ്പൊ നമുക്ക് ഏത് പറയാം? 1, 2, 3, 4 പറയാമല്ലോ. ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പം ഇന്ത്യയുമായി കരയതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചൈന, നേപ്പാള്, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അപ്പൊ 1, 2, 3, 4 ഇതെല്ലാം നമുക്ക് ശരിയാണെന്ന് പറയാം അല്ലെ. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആണ്. ഏതാണ്? അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഏതൊക്കെയാ? അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഓക്കെ അല്ലെ? ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ് ആണ്. എന്താണ്? ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡും ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളത് ഏതിനാണ്? ബംഗാളിനുമാണ്. ഏതാണ്? ബംഗാളിനും ആണ്. ഓക്കെ അല്ലേ? 14ാമത്തെ ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് 1953 മെയ് 29. എന്താണ്? എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് 1953 1953 മെയ് 29 1953 ഏപ്രിൽ 13 കേണൽ ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിൽ ഈ സംഘം എവറസ്റ്റ് ദൗത്യം ആരംഭിച്ചത്. ഏപ്രിൽ 13 ആരംഭിച്ചു. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കാമി റിത ഷെർപ്പയാണ്. കാമി റിത ഷെർപ്പ നേപ്പാൾ വംശജൻ 26 തവണയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതും നേപ്പാളിൽ നിന്നുള്ള വനിതയാണ്. ലാക്പ ഷെർപ്പയാണ്. ലാക്പ ഷെർപ്പ 10 തവണ. ആരാണ്? ലാക്പ ഷെർപ്പ. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടുപേരും നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരാണ് എവറസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയത്. മനസ്സിലാക്കുക. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്ട് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏതാണ്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ്. ലഡാക്കിലെ പുഗ താഴ്വരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്ട് നിലവിൽ വരുന്നത്. ലഡാക്കിലെ പുഗ താഴ്വര. ജിയോ തെർമൽ വൈദ്യുതിയുടെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്കയാണ്. ജിയോ തെർമൽ വൈദ്യുതിയുടെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം അമേരിക്ക. ഓക്കെ അല്ലേ? ആരാണ്? അമേരിക്ക. 16ാമത്തെ ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അല്ലെ? ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമായ മരുസ്ഥലി ബാഗർ സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നദികളാണ് ലൂണിയും സരസ്വതിയും. ഏതാണ്? ലൂണിയും സരസ്വതിയും. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഓക്കെ അല്ലേ? 17ാമത്തെ ചോദ്യം,
വേഗന്ന് പോവുകയാണ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമേറിയതുമായ സ്റ്റീൽ പ്ലാന്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാ? ടാറ്റയാണ് അല്ലെ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലെ. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആസ്ഥാനമാക്കി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. ജംഷഡ്ജി ടാറ്റ എന്നാണെന്ന് ചോദിച്ചാൽ 1907. എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ അല്ലെ. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആസ്ഥാനമാക്കിയാണ് ജംഷഡ്ജി ടാറ്റ സ്റ്റീൽ കമ്പനി 1907 സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ പ്രഥമ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പ്രഥമ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ക്ലിയർ അല്ലേ? 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ് ഉത്തരം? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്ത് ആണ് അല്ലെ. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഉദയ്പൂരാണ്. ഉദയ്പൂർ എവിടെയാണ്? ത്രിപുരയിലാണ്. ഒന്നുകൂടെ പറയാം, ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദും ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉദയ്പൂരുമാണ്. ഓക്കെ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ഒന്നുകൂടെ പറയാം, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ ഏഷ്യയും ആഫ്രിക്കയും വടക്കേ അമേരിക്കയും ആണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ 19ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാ? ഓപ്ഷൻ ബി NH44. ദേശീയപാത നോക്കാം അല്ലെ. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന NH44ന്റെ നീളം 3745 കിലോമീറ്റർ ആണ്. NH44ന്റെ പഴയ പേര് NH7 എന്നുള്ളതായിരുന്നു. ദേശീയപാതകളിൽ വാഹനാപകടങ്ങൾ നടന്നാൽ അറിയുവാനും സഹായം തേടുവാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1033 ആണ്. സമ്പൂർണമായും ഡിജിറ്റൽ ആക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് സമ്പൂർണമായി ഡിജിറ്റൽ ആക്കിയ ഇന്ത്യയിലെ ആദ്യ നിർമ്മാണ മേഖലാ സ്ഥാപനം എന്ന് അറിയപ്പെടുന്നത്. NH, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല എന്താണ്? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം കൊങ്കൺ റെയിൽവേ ആണ്. ഉത്തരം കൊങ്കൺ റെയിൽവേ. കൊങ്കൺ പാത കടന്നു പോകാത്ത എന്നാൽ പദ്ധതിയുമായി ബന്ധമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. എന്താണ്? കൊങ്കൺ പാത കടന്നു പോകാത്ത എന്നാൽ പദ്ധതിയുമായി ബന്ധമുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി, അതിന്റെ കൂടെ ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ഇന്ത്യയിൽ ആദ്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വേളിയിൽ. ഓക്കെ അല്ലേ? ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാലോ ഉത്തരം സൂപ്പർ വാസുകി. നീളം 3.5 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ ചരക്ക് ട്രെയിൻ ആണ് സൂപ്പർ വാസുകി. നീളം 3.5 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? 21ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 21ാമത്തെ ചോദ്യം പറയുന്നത് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. നിലവിൽ വന്ന വർഷം ഏതാണ് മക്കളെ? 1955. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. അയിത്ത നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 മുതൽ 2 വർഷം വരെ തടവാണ്. 1 to 2, 1 വർഷം മുതൽ 2 വർഷം വരെ തടവാണ് അയിത്ത നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യമാണ്, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്. അതാണ് നമ്മൾ
ഹേബിയസ് കോർപ്പസ് അല്ലെ. ശരീരം ഹാജരാക്കുക എന്നൊക്കെയുള്ള ഒരു പേരുള്ള ഹേബിയസ് കോർപ്പസ് അല്ലെ. 1215 ഒപ്പുവെക്കപ്പെട്ട മാഗ്ന കാർട്ടയിൽ ആദ്യമായി പരാമർശിക്കപ്പെട്ട റിട്ട് ഏതാണെന്ന് ചോദിച്ചാലും ഹേബിയസ് കോർപ്പസാ. അപ്പൊ നമുക്കറിയാം 1215 ഏതാ മാഗ്ന കാർട്ടയൊക്കെ ഒപ്പുവെക്കുന്നത് അല്ലെ. അപ്പൊ ആ മാഗ്ന കാർട്ടയിൽ പരാമർശിക്കപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. സ്വകാര്യ വ്യക്തികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യിപ്പിക്കാം? പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ പീഡിതനായ, അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്, പീഡിതനായ വ്യക്തിക്കല്ലാതെ മറ്റേതൊരു വ്യക്തിക്കും പരിഹാരം തേടാനുള്ള അവകാശം നൽകുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കോ വാറണ്ടോ ആണ്. ഏതാണ്? കോ വാറണ്ടോ. ഓക്കെ അല്ലേ? എന്നാൽ ഹേബിയസ് കോർപ്പസ് നൽകാനാവാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഹേബിയസ് കോർപ്പസ് നൽകാനാവാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള തടവാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു നിയമനിർമ്മാണ സഭയെയോ കോടതിയെയോ അവഹേളിച്ചതിന് നടപടിയെടുക്കുമ്പോൾ അല്ലെ. 3, തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ, തടവെന്ന് പറയുന്നത് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ ഹേബിയസ് കോർപ്പസ് നൽകാൻ സാധിക്കില്ല. തടങ്കൽ വെക്കുന്നത് യോഗ്യതയുള്ള കോടതിയാണെങ്കിൽ, അതായത് ഹയർ കോടതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗ്യതയുള്ള കോടതികളാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നൽകാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് എന്താണ് പറയുന്നത്. മനസ്സിലായല്ലോ? 23ാമത്തെ ചോദ്യം നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് നമുക്ക് ഉറപ്പു തരുന്നത്? എത്ര തരം മൗലിക അവകാശങ്ങളാണ്? 6 തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു തരുന്നത്. എത്രയാണ്? 6 തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു തരുന്നത് അല്ലെ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം. 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി അല്ലെ. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1977 ജനുവരി 3. 1977 ജനുവരി 3 മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. 1977 ജനുവരി 3 അല്ലെ. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയത്തില്ല. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയില്ല. മൗലിക കടമകൾ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. മൗലിക കടമകൾ പരിപൂർണമല്ല. മൗലിക കടമകൾ എന്തല്ല? പരിപൂർണമല്ല. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലെ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആയിരുന്നു. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. 1947 ജൂലൈ 22 അല്ലെ. 1904 സിസ്റ്റർ നിവേദിത ഇന്ത്യക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വന്ദേ മാതരം. ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1971 1971 അല്ലെ. അത് ഏത് വാഹനത്തിലാ? അപ്പോളോ 15. ഏതാണ്? അപ്പോളോ 15. ഓക്കെ അല്ലെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ദേശീയ പതാകയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയണം. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. ആ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം 2002 2002 ജനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. എന്താണ് ഫ്ലാഗ് കോഡ്? 2002. 2002 ഫ്ലാഗ് കോഡ് നിയമം ഇന്ത്യയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2022 ഭേദഗതി വരുത്തുകയുണ്ടായി. ഇതിലൂടെ ദേശീയ പതാക തുറസായ സ്ഥലത്തോ പൊതുജനങ്ങളുടെ വീട്ടിലോ പ്രദർശിപ്പിച്ചാൽ രാവും പകലും പതാക അനുവാദം നൽകുന്നു. പറത്താൻ വേണ്ടിയിട്ട് അനുവാദം നൽകുന്നു. ഭേദഗതി വെച്ചിട്ട് നമുക്ക് അനുവാദം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ചോദ്യങ്ങളായി? 25 ചോദ്യങ്ങളായി. 26ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത്? ഗംഗാ നദിയാണ് അല്ലെ. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത്.
ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗാ ജലസന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം, ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഗംഗാ ജലസന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം 1996 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് ഗംഗയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരാണ് ഗംഗയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം എന്ന് അറിയപ്പെടുന്നത്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ കീഴിൽ ആരംഭിക്കുന്ന സുസ്ഥിര വികസന മാതൃകയാണ് അർത്ത് ഗംഗ. ഏതാണ്? അർത്ത് ഗംഗ. ഓക്കെ അല്ലേ? 27ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് അല്ലെ. ആകാശവാണിയിലും ദൂരദർശനിലും പ്രഭാത ഗീതമായി സംപ്രേഷണം ചെയ്യപ്പെടുന്നത് ഏതാണ്? വന്ദേമാതരമാണ്. ആകാശവാണിയിലും ദൂരദർശനിലും പ്രഭാത ഗീതമായി സംപ്രേഷണം ചെയ്യപ്പെടുന്നത് വന്ദേമാതരമാണ്. വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ്. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോ ടു ദി രചിച്ചത് അരവിന്ദ ഘോഷാണ്. ഏതാണ്? വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ജാദുനാഥ ഭട്ടാചാര്യയാണ്. 28ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ട INC സമ്മേളനം നടന്ന സ്ഥലം ഇന്ത്യൻ അസോസിയേഷൻ ബിൽഡിംഗ്, കൊൽക്കത്ത. എന്താണ്? ദേശീയഗാനം ആദ്യമായി ആലപിക്കപ്പെട്ട INCയുടെ സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണെന്ന് ഓർക്കുക. 1911 ഓർക്കുക. അത് എവിടെയാണ് നടന്നത്? കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ബിൽഡിംഗ് 1911. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, സിനിമാ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുന്നത് അവലോകനം ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ BR ശർമ്മയാണ് അല്ലെ. പിന്നെ 2023 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ, ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രക്കായിരുന്നു. ഏതാണ്? ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? 29ാമത്തെ ചോദ്യം നോക്കിക്കേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉത്തരവേദ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ നോക്കാം. മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2 വർഷങ്ങളുണ്ട്. 2006ഉം 2019. മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2006ഉം 2019 മനുഷ്യാവകാശ ഭേദഗതി നിയമം 2019 ഒന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഇതിൽ ഒരു വനിതയെങ്കിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് മനുഷ്യാവകാശ ഭേദഗതി നിയമം 2019 പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ് എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് എന്താ? ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. മനുഷ്യാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം പറയുന്നത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കണം അല്ലെങ്കിൽ 70 വയസ്സായിരിക്കണം. ഓക്കെ അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, പരിവർത്തിത ക്രൈസ്തവ മുസ്ലിം മതക്കാർക്ക് പട്ടികജാതി സംഭരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓക്കെ അല്ലേ? 30ാമത്തെ ചോദ്യം നോക്കിക്കേ.
1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ, രാജസ്ഥാനിലൊക്കെ ആരംഭിച്ചൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 2005 വിവരാവകാശ നിയമം ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിന് കാരണമായ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ്. ഓക്കെ അല്ലേ? വിവരാവകാശ നിയമം 2005 12ാമത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഓക്കെ അല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. എത്രയാണ്? 10 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 31ാമത്തെ ചോദ്യമാണ്. ചേരുംപടി ചേർത്ത് ഉത്തരം എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചേരുംപടി നമുക്ക് നോക്കാം. ബ്രഹ്മസമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രഹ്മസമാജം. അപ്പൊ ആര്യ സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആര്യ സമാജം. പ്രാർത്ഥനാ സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഒരാളും കൂടി ഉള്ളൂ. ആരാണ്? ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേശവ് ചന്ദ്ര സെന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇതെല്ലാം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടെ പറയാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേശവ ചന്ദ്ര സെൻ ആണ്. ഓക്കെ അല്ലേ? ആര്യ സമാജത്തിന് മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനാ സമാജം നിലവിൽ വന്ന വർഷം 1867 പ്രാർത്ഥനാ സമാജം നിലവിൽ വന്നത് 1867 എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. അത് ആരാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആത്മാറാം പാണ്ഡുരംഗയാണ് 1867 സ്ഥാപിച്ചത്. പിന്നെ പ്രാർത്ഥനാ സമാജത്തിന്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം മാനവ സേവനത്തിൽ എന്നുള്ളതാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ തത്വം എന്ന് പറയുന്നത്. 1821 ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. 1821 ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, 1942 ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാനായി നടത്തിയ ബ്രിട്ടീഷ് സൈനിക നടപടിക്ക് പറയുന്നൊരു പേരുണ്ട്, ഓപ്പറേഷൻ സീറോ അവർ. എന്താണ് ഓപ്പറേഷൻ സീറോ അവർ എന്താണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാനായി നടത്തിയ ബ്രിട്ടീഷ് സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സീറോ അവർ. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഒരു നടപടിയുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന് പറയുന്ന നടപടി പ്രകാരമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മറ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാനായി ബ്രിട്ടീഷ് സൈനിക നടപടി നടത്തിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സീറോ അവർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യമാണ്. സാന്താൾ കലാപം നടന്ന വർഷം 1855 1856 കാലഘട്ടം. സാന്താൾ കലാപം നടന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ, വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1855 1856 എന്നിവയായിരുന്നു. ഓക്കെ. സാന്താൾ കലാപ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ 1855 56 കാലഘട്ടത്തിൽ ഡൽഹൌസി പ്രഭുവായിരുന്നു. ആരാണ്? ഡൽഹൌസി പ്രഭുവായിരുന്നു സാന്താൾ
കലാപം നടന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? ഉത്തരം സാന്താൾ കലാപമാണ്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സാന്താൾ കലാപമാണ്. സാന്താൾ വർഗക്കാർ താമസിച്ചിരുന്ന ആവാസ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ ദാമിൻ ഈക്കോ എന്നുള്ളതാണ് പേര്. ദാമിൻ ഈക്കോ എന്താണ്? സാന്താൾ വർഗക്കാർ താമസിച്ചിരുന്ന ആവാസ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ദാമിൻ ഈക്കോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഉത്തരം ഏതാണ്? ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാളാണ്. അപ്പൊ ബംഗാളിന്റെ കാര്യം നമുക്ക് നോക്കാം. ബംഗാളിലെ നിയമസഭാ മന്ദിരത്തിന്റെ ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. എന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. ബംഗാളിലെ നിയമസഭാ മന്ദിരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എഴുതിക്കോണം, റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നുള്ളതാണ്. ബംഗാളിൽ ജനിച്ച പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ, വിവേകാനന്ദൻ, ജെ.സി. ബോസ്, രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നീ പ്രമുഖരെല്ലാം ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ബംഗാളിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി എന്നറിയപ്പെടുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന സി ശങ്കരൻ നായരാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ അല്ലേ? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം സർ സി ശങ്കരൻ നായർ രാജിവെച്ച വർഷം 1919. അപ്പൊ ഈ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെങ്കിൽ മാത്രമല്ലേ നമ്മൾ വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നൊക്കെ രാജിവെക്കേണ്ട കാര്യമുള്ളൂ. അന്നപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് എന്താണ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും അംഗത്വം സർ സി ശങ്കരൻ നായർ രാജിവെച്ചതിന്റെ കാരണം. ഓക്കെ. സൈമൺ കമ്മീഷനുമായി സഹകരിക്കാനുള്ള ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരായെന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായരാണ്. ആരാണ്? സി ശങ്കരൻ നായരാണ്. പിന്നെ സി ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് ദ കേസ് ദ ഷുക്ക് ദ എംപയർ, വൺ മാൻസ് ഫൈറ്റ് ഫോർ ദ ട്രൂത്ത് അബൌട്ട് ദ ജാലിയൻ വാലാബാഗ് എന്ന പുസ്തകം രചിച്ചത് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നാണ്. സി ശങ്കരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം രചിച്ചത് രഘു പാലാട്ട്, പുഷ്പ പാലാട്ട് എന്നിവർ ചേർന്നാണ്. ഓക്കെ അല്ലേ? 36ാമത്തെ ചോദ്യമാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1857 അറിയാം. 1857 എല്ലാ ഉത്തരങ്ങൾക്കും അത് 1857 ഉണ്ട്. മനസ്സിലാക്കേണ്ട കൃത്യ ഉത്തരം എന്ന് പറയുന്നത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചിട്ട് അല്ലെ, മീററ്റിലാണ് ആരംഭിക്കുന്നത്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ബിർജിസ് ഖാൻ ആണ്. ആരാണ്? ബിർജിസ് ഖാദർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൌവിലെ നവാബായിട്ട് അവരോധിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ബിർജിസ് ഖാദർ ആണ്. ബിർജിസ് ഖാദർ. അപ്പം ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ ഒരു കാരണം വേണമല്ലോ. 1857 കലാപത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കലാപം ഉണ്ടായതിന്റെ കാരണം ഒരു പ്രതീകമുണ്ട്, ഒരു ചിഹ്നമുണ്ട് അല്ലെ. ആ ചിഹ്നം എന്ന് പറയുന്നത് താമരപ്പൂവും ചപ്പാത്തിയുമാണ്. താമരയും ചപ്പാത്തിയും. എന്താണ്? താമരയും ചപ്പാത്തിയുമാണ്. ഓക്കെ അല്ലേ? 37ാമത്തെ ചോദ്യം നോക്കിക്കേ മക്കളെ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം അല്ലെ. ക്വിറ്റ് ഇന്ത്യ എന്താണ്? അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും അവസാനത്തെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പെഷവാറിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. പെഷവാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പെഷവാറിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. 39ാമത്തെ ചോദ്യം നോക്കിക്കേ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ
സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്പറേഷൻ വിജയ്. എന്താണ്? അതായത് 1947 ശേഷവും ഗോവ ആരുടെ കയ്യിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അപ്പൊ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കം അല്ലെങ്കിൽ സൈനിക നടപടി അറിയപ്പെടുന്ന പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ വിജയ് ആണ്. ഈ ഓപ്പറേഷൻ വിജയ് നടന്നത് 1961 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന സൈനിക നടപടി നടന്നത്. മനസ്സിലാക്കുക, 47 ശേഷമാണ് ഓപ്പറേഷൻ വിജയ് നടക്കുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു ഗോവ. 1961 ഏതാണ്? ഡിസംബർ 19 ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മേജർ ജനറൽ KP കണ്ടത്തായിരുന്നു. ആരാണ്? മേജർ ജനറൽ KP കണ്ടത്തായിരുന്നു ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ കരസേനയുടെ മേധാവി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലേ? 40ാമത്തെ ചോദ്യമാണ്. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ആരാണ്? ഫസൽ അലിയാണ്. ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്താണ്. പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ പന്താണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന എറണാകുളം ജില്ലയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്ന മംഗളവനമാണ്. കൊച്ചിയിലുള്ള മംഗളവനമാണ് അല്ലെ? മംഗളവനം പക്ഷി സങ്കേതത്തിൽ എന്താ പ്രത്യേകത? കേരളത്തിൽ കണ്ടൽ വനങ്ങൾ വളരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ വളരുന്ന പക്ഷി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിൽ കണ്ടൽ വനങ്ങൾ വളരുന്ന പക്ഷി സങ്കേതം. പോർച്ചുഗീസ് ഭാഷയിൽ മംഗൾ എന്ന വാക്കിന്റെ അർത്ഥം കണ്ടൽ എന്നാണ്. മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 0.0274 ചതുരശ്ര കിലോമീറ്റർ ആണ്. 0.0274 ചതുരശ്ര കിലോമീറ്റർ ആണ് മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 42ാമത്തെ ചോദ്യം നോക്കിക്കേ. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്? എവിടെയാ? ഓപ്ഷൻ സി. എവിടെയാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ് അല്ലെ? സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ് മക്കളെ? മക്കാക്ക സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം. ഓക്കെ അല്ലേ? സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പ് എന്നാണ് പുറത്തിറക്കിയത് എന്ന് ചോദിച്ചാൽ 2009. അപ്പൊ 1984 ഇത് വരുന്നത്. 25 വർഷം കഴിഞ്ഞപ്പോൾ 2009 ആ സമയത്ത് 25ാം വാർഷികത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഏതാണ് 2009. മനസ്സിലാക്കുക. 43ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ്. ഏതാണ്? ശാസ്താംകോട്ട കായൽ. എന്നാൽ ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പമ്പ നദിയാണ്. ഏതാണ്? ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പമ്പ നദിയിലാണ്. അപ്പൊ നമുക്ക് മൂലം വള്ളംകളിയുടെ കാര്യം നോക്കാം. 2024 മൂലം വള്ളംകളിയിൽ ജേതാവായത് ആയാമ്പറമ്പ് വലിയ ദിവാൻജി എന്ന് പറയുന്ന ബോട്ട് ക്ലബ്ബാണ്. ആയാമ്പറമ്പ് വലിയ ദിവാൻജിയാണ് ഫസ്റ്റ് വന്നത്. 2025 ഏതാണ്? ചെറുതന ചുണ്ടനാണ്. ഓക്കെ അല്ലേ? കുട്ടനാട്ടിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ് കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. എന്താണ്? കുട്ടനാട്ടിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ് കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ?
44-ാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ട തീയതി 1976 ഫെബ്രുവരി 12. 1976 ഫെബ്രുവരി 12-നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നാടുകാണി മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ്. കേരളത്തിൽ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറയിലാണ്. എവിടെയാണ്? മാടക്കത്തറ. അത് തൃശൂർ ജില്ലയിലാണ്. മാടക്കത്തറ, തൃശൂർ ജില്ല. ഓക്കെ. 45-ാമത്തെ ചോദ്യം, മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഏതാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന പ്രത്യുൽപാദന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വിഴിഞ്ഞമാണ്. എന്താണ്? വിഴിഞ്ഞമാണ്. ഓക്കെ, വിഴിഞ്ഞം. കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് പുനർഗേഹം. ഏതാണ്? പുനർഗേഹം. ക്ലിയർ അല്ലേ? 46-ാമത്തെ ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചന്ദന നിർമ്മാണ ഡിവിഷൻ. ഉത്തരം മറയൂർ. കേരളത്തിൽ ചന്ദന മരങ്ങൾ പ്രകൃത്യാ വളരുന്ന പ്രദേശം ഏതാണ്? മറയൂരാണ്. കേരളത്തിൽ ചന്ദന മരങ്ങൾ പ്രകൃത്യാ വളരുന്ന പ്രദേശം മറയൂരാണ്. ഏതാണ്? മറയൂരാണ്. 47-ാമത്തെ ചോദ്യം നോക്കിയേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ നഗര കയാക്കിംഗ് ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ നഗര കയാക്കിംഗ് ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഏതാണ്? കൊച്ചി. 48-ാമത്തെ ചോദ്യമോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഉത്തരം ഏതാണ്? പെരിയാറാണ്. പെരിയാർ. ചൂർണി എന്ന പൂർവികർ വിളിച്ചിരുന്ന നദി പെരിയാറാണ്. നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരം പെരിയാറാണ്. ഓക്കെ അല്ലേ? സമീപകാലത്ത് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. അത് മുൻപ് ആരായിരുന്നു ചോദിച്ചാൽ ചാലിയാറായിരുന്നു. ഏതാണ്? സമീപകാലത്ത് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടിട്ടുള്ള നദി പെരിയാറും മുൻപത് ചാലിയാറുമായിരുന്നു. ഓക്കെ അല്ലേ? 49-ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അതേതാണ്? മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ക്രിസ്ത്യാനികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? 50-ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? സ്പ്ലാഷ് ആണ്. ഏതാണ്? സ്പ്ലാഷ്. ഏതാണ്? സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതാണ്? സ്പ്ലാഷ് പദ്ധതി. സ്പ്ലാഷ് പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ട വർഷം 2019 ആണ്. ഓക്കെ അല്ലേ? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിതരാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? കൂട്ടാണ്. ഏതാണ്? കൂട്ട്. ഒന്നുകൂടെ പറയാം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിതരാക്കുവാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് എന്നറിയപ്പെടുന്ന പദ്ധതി. കേരള കായിക വകുപ്പ് ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കിക്ക് ഓഫ് ആണ്. ഏതാണ്? കിക്ക് ഓഫ്. ഏതാണ്? കേരള കായിക വകുപ്പ് ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി കിക്ക് ഓഫ് പദ്ധതിയാണ്. കേരള കായിക വകുപ്പിന്റെ ബാസ്കറ്റ്ബോൾ പരിശീലന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹൂപ്സ് ആണ്. ഏതാണ്? ഹൂപ്സ് എന്ന പദ്ധതിയാണ് ബാസ്കറ്റ്ബോൾ പരിശീലന പരിപാടി. ഓക്കെ അല്ലേ? ഇപ്പൊ 50 ചോദ്യങ്ങളായേ.
51ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 51ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും വക്കം മൗലവിയാണ്. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത്. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നമുക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് നോക്കിക്കേ മക്കളെ, കയ്യൂർ സമരം, ഉപ്പ് സത്യാഗ്രഹം, മലബാർ കലാപം, ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ 1800 കാലഘട്ടത്തിൽ നടന്ന വേലുത്തമ്പി കലാപം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് ശരി ഉത്തരം അല്ലെ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചപുരം. തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചപുരത്താണ് വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ്. ധനുവച്ചപുരം, തിരുവനന്തപുരം. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് നായർ പട്ടാള ലഹള. 1804 നായർ പട്ടാള ലഹള നടക്കുന്നത്. എന്താണ് കാരണം? തിരുവിതാംകൂർ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന പ്രക്ഷോഭം നായർ പട്ടാള ലഹള 1804. ഓക്കെ അല്ലേ? 53ാമത്തെ ചോദ്യം നോക്കിക്കേ. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1882. 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത്. 1882. 54ാമത്തെ ചോദ്യം നോക്കിക്കേ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പൂക്കോട്ടൂർ സംഭവം എന്ന് പറയുന്നത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രേഞ്ച് കമ്മീഷൻ. TN സ്ട്രേഞ്ച് കമ്മീഷൻ. മലബാർ കലാപത്തെ പറ്റി പരാമർശിക്കുന്ന MN റോയിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന MN റോയിയുടെ കൃതിയിലാണ് മലബാർ കലാപത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. 55ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്ന് നോക്കാം. ഗ്രൂപ്പിൽ പെടാത്തത് അല്ലെ. അപ്പൊ ഗ്രൂപ്പിൽ പെടുന്നത് ഈ രചനകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനകത്ത് ദൈവദശകം, ശിവശതകം, പിന്നെ ദർശനമാല, ഇതെല്ലാം ഗ്രൂപ്പിൽ പെടുന്നതാണ്. എന്നാൽ നിജാനന്ദ വിലാസം എന്തിൽ വരത്തില്ല? ഗ്രൂപ്പിൽ പെടാത്തതാണ്. നമുക്ക് നോക്കാം. ദൈവദശകം, ദർശനമാല, ശിവശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ്. ഏതൊക്കെയാ? ദൈവദശകം, ശിവശതകം, പിന്നെ ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ്. എന്നാൽ നിജാനന്ദ വിലാസം എന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് KP അപ്പനാണ്. കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യ ശ്രീനാരായണ ഗുരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ വിളക്കമ്പലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. എന്താണ്? ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ വിളക്കമ്പലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 56ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? പയ്യന്നൂരാണ്. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയ മലയാളം പത്രമാണ് മാതൃഭൂമി. ഏപ്രിൽ 6, 1930. എന്താണ്? ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയ മലയാള പത്രമാണ് മാതൃഭൂമി. 1930 ഏപ്രിൽ 6.
ഓക്കെ അല്ലേ? 57ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലാണെന്നറിയാം. ഏത് വർഷമാണ്? 1936 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടക്കുന്നത്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ AR മേനോൻ ഉണ്ടായിരുന്നു, ഇക്കണ്ടവാര്യർ ഉണ്ടായിരുന്നു, CR ഈയുണ്ണി ഉണ്ടായിരുന്നു, C കുട്ടൻ നായർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരുടെ കാര്യം. ഡോക്ടർ AR മേനോൻ, ഇക്കണ്ടവാര്യർ, CR ഈയുണ്ണി, C കുട്ടൻ നായർ എന്നിവർ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാരായിരുന്നു. 1936 തൃശ്ശൂർ ജില്ല. ഓക്കെ അല്ലേ? 58ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് മക്കളെ? ഉത്തരം അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം അയ്യങ്കാളി. സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് താഴ്ന്ന ജാതിക്കാർക്കും വിദ്യാലയത്തിൽ പ്രവേശനം നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ കേരള ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത്. 60ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട നടന്ന ഒരു പ്രധാന സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സവർണജാഥ. നമുക്കറിയാം സവർണജാഥ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കാൻ കാരണമായ ഗാന്ധി പിറ്റ് സന്ധി ഒപ്പുവെക്കപ്പെട്ട തീയതി 1925 ഒക്ടോബർ 2. 1925 ഒക്ടോബർ 2 വൈക്കം സത്യാഗ്രഹം അവസാനിക്കാൻ കാരണമായ ഗാന്ധി പിറ്റ് സന്ധി ഒപ്പുവെക്കപ്പെട്ട തീയതി 1925 ഒക്ടോബർ 2. ഗാന്ധിജിയും അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന WH പിറ്റും തമ്മിലായിരുന്നു സന്ധി ഒപ്പിട്ടത് 1925 ഒക്ടോബർ 2. ഓക്കെ അല്ലേ? 61ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ A ആണ്. വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 1100 മില്ലിലിറ്റർ ആണ്. 1 മിനിറ്റിൽ വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിന്റെ അളവ് 1100 മില്ലിലിറ്റർ ആണ്. വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം കാഡ്മിയം. ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാഡ്മിയമാണ്. 62ാമത്തെ ചോദ്യമാണ്, ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ശരി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ഏതാണ്? ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. അത് ശരിയാണ്. അപ്പൊ ഇത് ശരി. രണ്ടാമത് ഏതെന്ന് ചോദിച്ചാൽ 3 ഒന്ന് ഔരാസാശയത്തിലെ വായുമർദ്ദം കൂട്ടുന്നു. അപ്പം ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1 ഉം 3 വരുന്ന ഏതാണ്? ഓപ്ഷൻ C ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായിട്ട് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാ? 63ാമത്തെ ചോദ്യമാണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം എന്ന് ചോദിച്ചാൽ ജീവകം ഡി. റിക്കറ്റ്സ് ജീവകം ഡി. ജീവകം ഡിയുടെ പ്രധാന സ്രോതസ്സുകൾ, ജീവകം ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രധാന സ്രോതസ്സുകൾ മത്സ്യ എണ്ണ, പിന്നെ മത്സ്യത്തിന്റെ കരള്, മാംസം, ധാന്യങ്ങൾ, മുട്ട, പാൽ എന്നിവയിലെല്ലാം ജീവകം ഡി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? 64ാമത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വൈറസ് കാരണം എയ്ഡ്സ് വൈറസ് ആണെന്ന് അറിയാം അല്ലെ? അപ്പോൾ നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം. ഏതാണ്? നിപ്പയും എയ്ഡ്സും വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യയാണ്. 1998 നിപ്പ വൈറസ് മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. 2018 ശ്രദ്ധിക്കുക, 2018 കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ
കോഴിക്കോട് ജില്ലയാണ്. ഏതാണ്? കോഴിക്കോട് ജില്ല. മൃഗങ്ങളെയും മനുഷ്യരെയും മാരകമായി ബാധിക്കുന്ന ഒരു RNA വൈറസ് ആണ് നിപ. എന്താണ്? മൃഗങ്ങളെയും മനുഷ്യരെയും മാരകമായി ബാധിക്കുന്ന ഒരു RNA വൈറസ് ആണ് നിപ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ഏതാണ്? മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. 65ാമത്തെ ചോദ്യം നോക്കിക്കേ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ആർദ്രം പദ്ധതി. ഏതാണ്? ആർദ്രം പദ്ധതിയാണ്. നിർധനരായ രോഗികൾക്ക് 7000 രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ചിസ്. ഏതാണ്? ചിസ്. നിർധനരായ രോഗികൾക്ക് 7000 രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ചിസ് ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നൽകി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ സ്കീം. ക്യാൻസർ സുരക്ഷാ സ്കീം. 66ാമത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് നൽകിയിട്ടുണ്ട്, നൈട്രജൻ നൽകിയിട്ടുണ്ട്, മീഥേൻ നൽകിയിട്ടുണ്ട്, ക്ലോറോഫ്ലൂറോ കാർബൺ നൽകിയിട്ടുണ്ട്. അതിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ ആണ് ഉത്തരം വരുന്നത്. എന്താണ്? ആരാണ്? നൈട്രജൻ ആണ് ഉത്തരം വരുന്നത്. 67ാമത്തെ ചോദ്യം. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ റോഡുകളുടെ നിർമ്മാണം വനനശീകരണത്തിന് കാരണമാണ്. ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത വനനശീകരണത്തിന് കാരണമാണ്. വ്യാവസായിക വളർച്ച വനനശീകരണത്തിന് കാരണമാണ്. എന്നാൽ സസ്യപരിപാലനം വനനശീകരണത്തിന് കാരണമാണോ? അല്ല. അപ്പം സസ്യപരിപാലനമാണ് ഉത്തരം. അപ്പോൾ വനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ലോക വനവർഷമായി ആചരിക്കപ്പെട്ടത് 2011. ലോക വനവർഷമായിട്ട് ആചരിക്കപ്പെട്ടത് 2011 ഇന്ത്യയിൽ വനസംരക്ഷണത്തിന് നൽകപ്പെടുന്ന പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരമാണ് ഇന്ത്യയിൽ വനസംരക്ഷണത്തിന് നൽകപ്പെടുന്ന പുരസ്കാരം. ഓക്കെ അല്ലേ? 68ാമത്തെ ചോദ്യം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ചുവടെ നൽകിയവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ് എന്ന് ചോദിച്ചാൽ പശ, പ്ലൈവുഡ്, പെട്രോൾ, മെഴുക്. ഈ 4 ഓപ്ഷൻസ് നൽകിയതിൽ നമുക്ക് മനസ്സിലാക്കാം വനത്തിൽ നിന്ന് ലഭിക്കാത്തത് ഏതാണ്? പെട്രോൾ ആണ്. എന്താണ്? പെട്രോൾ ആണ്. ക്രൂഡ് ഓയിലിന്റെ ആംശിക സ്വേദനത്തിലൂടെയാണ് പെട്രോളിയവും അനുബന്ധ ഉൽപ്പന്നങ്ങളിൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെട്രോള് കിട്ടുന്നത്. ഓക്കെ അല്ലേ? 69ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം എന്ന് പറയുന്നത് ആരാണ്? പ്രിയങ്ക പാവൽ വിത്താണ്. അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രീതി, പ്രിയ. അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളാണ് ഏത്? പ്രീതിയും പ്രിയയും. അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഏതാണെന്ന് ചോദിച്ചാൽ മുക്തി. അത്യുൽപാദന ശേഷിയുള്ള തക്കാളി മുക്തിയാണ്. ഓക്കെ അല്ലേ? 70ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരള അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി. കേരള സ്റ്റേറ്റ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. ഓക്കെ അല്ലേ? 71ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായതാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. അപ്പൊ അത് ശരിയാണല്ലോ. അപ്പം നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതും ശരിയല്ലേ? ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. അത് ശരിയാണ് അല്ലെ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് അറിയപ്പെടുന്നത്. ആണോ? അല്ല. അപ്പൊ ഏതാണ് തെറ്റ്? തെറ്റായത് ഏതാണ്? 4ാമത്തത്. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 4ാമത്തത് മാത്രം. അപ്പൊ നമുക്ക് നോക്കാം. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോടോപ്പുകൾ. എന്താ വിളിക്കുന്ന പേര്? ഐസോബാറുകൾ എന്നല്ല വിളിക്കുന്നത്, ഐസോടോപ്പുകൾ
ടോപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് ഐസോ ബാറുകൾ എന്നാണ് പറയുന്നത്. ഐസോ ബാറുകൾ എന്ന് പറയുന്നു. ഐസോടോപ്പുകൾ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും. ഐസോ ബാറുകൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 72ാമത്തെ ചോദ്യം, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും മാലിന്യവും തമ്മിലുള്ള ഭാരവ്യത്യാസം പ്രയോജനപ്പെടുത്തുന്ന സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത്. അയിരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും മാലിന്യവും തമ്മിലുള്ള ഭാരവ്യത്യാസം പ്രയോജനപ്പെടുത്തുന്ന സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? പൊടിച്ച അയിരിനെ ജലവുമായി ചേർത്ത് അതിലൂടെ വായു കടത്തി വിടുമ്പോൾ ഭാരം കുറഞ്ഞ ലോഹം ജലവുമായി ചേർന്ന് പതയായി മുകളിൽ വരികയും മാലിന്യങ്ങൾ അടിയുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? പ്ലവന പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 73. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ എത്രയാ? എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാ അല്ലെ, പുറത്തുള്ളത്. അപ്പം കാൽസ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലെ. അപ്പൊ നമുക്കറിയാം കാൽസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 20 വരുമ്പോഴത്തേന് 2 പിന്നെ 8 8 2 വരും അല്ലെ. 2 8 8 2 വരും. അത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 4 ഇലക്ട്രോണുകളാണ് 4 ബാഹ്യതമ ഷെല്ലിൽ വരുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണ് ഇവിടെ 4 വരുന്നത്. 74ാമത്തെ ചോദ്യം നോക്കാം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. 75ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. രാസവസ്തു എന്ന് പറയുന്നത് സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റിന്റെ രാസസൂത്രം C6H5COONA. C6H5COONA ആണ് സോഡിയം ബെൻസോയേറ്റിന്റെ രാസസൂത്രം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യമാണ്. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി പ്രവേഗം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഗതികോർജ്ജം എന്തായിട്ട് മാറും? 4 ടൈംസ് ആയിട്ട്, 4 മടങ്ങായിട്ട് മാറും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന് ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയായിട്ട് മാറുന്നതായിരിക്കും. നമുക്കറിയാം ഗതികോർജ്ജം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 mv² ആണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. 1/2 mv². സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 77ാമത്തെ ചോദ്യമാണ്. 77ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ഭാരമാണ്. എന്താണ്? ഭാരം എന്നത് ഒരു തരം ബലമാണ്. അതിനാൽ ഭാരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ ആയിരിക്കും. ഭാരം എന്ന് പറയുന്ന ഒരു ആകർഷണ ബലമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. എന്നാൽ പിണ്ഡവും ഭാരവും നേരനുപാതത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിണ്ഡവും ഭാരവും നേരനുപാതത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? 78ാമത്തെ ചോദ്യം, സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ് ചോദിച്ചാൽ അല്ലെ, നോക്കിക്കേ. സോളാർ വാട്ടർ ഹീറ്റർ, മൈക്രോഫോൺ, ഇലക്ട്രിക് ജനറേറ്റർ, ഡൈനാമോ. അപ്പൊ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. കൺഫ്യൂഷൻ എന്താ? സോളാർ എനർജിയെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി ആര് മാറ്റത്തില്ല? വാട്ടർ ഹീറ്റർ ആക്കി മാറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒഴിവാക്കി ഒരു ഉത്തരവായിട്ട് എടുക്കാം. നമുക്ക് ഡയറക്റ്റ് എങ്ങനെ എടുക്കാം ഉത്തരം? സോളാർ സെല്ലായിട്ട് എടുക്കാം. അപ്പൊ സോളാർ സെല്ല് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, സോളാർ എനർജി എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നേരിട്ട് കൺവേർട്ട് ചെയ്തോളും. ഓക്കെ അല്ലേ? 79ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് എന്ന് ചോദിച്ചാൽ ഓറഞ്ച് ഉണ്ട്, നീലയുണ്ട്, വയലറ്റ് ഉണ്ട്, പച്ചയുണ്ട്. ഇതിനകത്ത് തരംഗ ദൈർഘ്യം കൂടിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഓറഞ്ച് ആണ്. തരംഗ ദൈർഘ്യം കൂടിയത് ഓറഞ്ചിനാണ് തന്നിരിക്കുന്നത്.
തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണങ്ങളെ ആഗിരണം ചെയ്ത് തരംഗദൈർഘ്യം കൂടിയ ദൃശ്യപ്രകാശം ഉത്സർജിക്കുന്ന സ്വഭാവമുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഫ്ലൂറസെന്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫ്ലൂറസെന്റുകൾ എന്ന് വിളിക്കുന്നു. തരംഗദൈർഘ്യം കൂടിയ വികിരണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡും, തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണം ഏതാണെന്ന് ചോദിച്ചാൽ ഗാമയും ആയിരിക്കും. എന്താ പറഞ്ഞ? തരംഗദൈർഘ്യം കൂടിയ വികിരണം ഇൻഫ്രാറെഡും, തരംഗദൈർഘ്യം കുറഞ്ഞ വികിരണം ഗാമയുമായിരിക്കും. ഏതാണ്? ഗാമ. 80ാമത്തെ ചോദ്യം നോക്കിക്കേ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഊഷ്മാവ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കെൽവിൻ ആണ്. ഏതാണ്? കെൽവിൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. താപത്തിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ജൂൾ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈനും താപത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതുമായിരിക്കും? ഏതാണ്? ജൂളും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ജനറൽ GK യുടെ ഭാഗത്തു നിന്ന് 80 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ 80 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 6 ഘട്ടമായിട്ടാണ് എക്സാം നടന്നത്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പറേ ആയിട്ടുള്ളൂ. ഓരോ ദിവസവും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് അനുബന്ധ വസ്തുതകൾ പഠിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം. ബൈ.